പരിശുദ്ധമായ ഖുർആൻ അത് അള്ളാഹുടെ ഗ്രന്ഥമാണ്. ഒരു മനുഷ്യവും നിർമ്മിക്കുകയോ ഒരു മനുഷ്യൻ ഉണ്ടാക്കുകയോ സാധ്യമില്ലാത്ത ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ ചൊല്ലേക്ക്. ഖുർആൻ ചൊന്നുവെച്ചെങ്കിൽ ചില വിഷയങ്ങൾ, ചില സംഭവങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ പരിശുദ്ധമായ ഖുർആൻ ഒരു വിഷയം ചൊല്ലു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ മദീനത്തിൽ നിന്ന് മക്കയിലേക്ക് പോകാനുള്ള ഒരു എല്ലാ നിലക്ക് മുശ്രിക്കീങ്ങൾ തടഞ്ഞു വെച്ചപ്പോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഉംറയ്ക്ക് മക്കയിലേക്ക് പോകണം ഉദ്ദേശിക്കുകയാണ്. പക്ഷേ ആ പോണ്ടേക്ക് മുന്നേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നിട്ട് അത് എനക്കൊരു സ്വപ്നം കണ്ടിട്ട് ആ സ്വപ്നത്തിലുള്ള വിഷയം നിർഭയമായ രൂപത്തിൽ, ഒരു പ്രയാസകരമായ ഒരു വിഷയമില്ലാത്ത രൂപത്തിൽ മക്ക വിജയിക്കുക, മക്ക നിനക്ക് പ്രവേശിക്കുക സാധ്യമാവുന്നതാണ്. പക്ഷേ അങ്ങനെ മുത്തുനബിയും സഹാബിയും മദീന മക്കയിലേക്ക് പോയ സമയത്ത് പാതി തെരുവിൽ വെച്ച് മുശ്രിക്കീങ്ങൾ എന്താക്കിയാറ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പൊ മുനാഫിക്കീങ്ങൾ എന്താക്കിയാറ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളെ ഡോങ്ങിയാക്കിനാറ്, കളിയാക്കിനാറ്. കാരണം മുത്തുനബി കണ്ട സ്വപ്നം അത് കളവായിട്ട് പോയിട്ട്. അപ്പൊ പരിശുദ്ധമായ ഖുർആൻ ചൊല്ലു, ലഖദ് സദഖല്ലാഹു റസൂലഹു റുഇയാ ബിൽ ഹഖ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടെങ്കിലത്തെ ആ സ്വപ്നം അത് ഒരിക്കലും കളവല്ല. കാരണം ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അല്ലാഹു ആമിനീൻ. പരിശുദ്ധമായ ഖുർആൻ ചൊല്ലു, തീർച്ചയായും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികൾ നിർഭയമായ രൂപത്തിൽ മക്കയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് കഴിഞ്ഞിട്ടുള്ള വർഷത്തിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളും ഖൈബർ യുദ്ധം കഴിഞ്ഞിട്ട് അവിടെ വിജയം കൈവരിച്ചിട്ട് ഡയറക്റ്റ് മക്കയിലേക്ക് പ്രവേശിക്കുക. ഒരാളും തടയുവാനുള്ള സാധ്യമില്ലാത്ത രൂപത്തിൽ വലിയ ധൈര്യത്തിലും സന്തോഷകരമായ രൂപത്തിൽ മക്കയിലേക്ക് പ്രവേശിക്കിടാറ്. അങ്ങനെ കഅബ തവാഫാക്കുക, അവിടെ നമസ്കരിക്കുക, അതുപോലെ വിഗ്രഹങ്ങളെല്ലാം എടുത്തു മാറ്റും. അപ്പൊ പരിശുദ്ധമായ ഖുർആൻ ചെന്ന ആ വിഷയം വളരെ കറക്റ്റായ രൂപത്തിൽ അത് കാണുവാൻ സാധ്യമായിട്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ. അപ്പൊ ചെന്ന് വന്ന വിഷയം ഇത് ഒരു മനുഷ്യനിർമ്മിതമായ ഗ്രന്ഥമാണെങ്കിൽ ഇത്തരത്തിലുള്ള ധൈര്യത്തിൽ ചൊല്ലുക സാധ്യമില്ലാത്ത ഒരു വിഷയമായിട്ട് എന്നൊരു വിഷയം ചർച്ചയാക്കണമെങ്കിൽ ഇവിടെ റോമവും അതുപോലെ പെർഷ്യന്റെ ആൾമാരും യുദ്ധം നടക്കും. ഈ രണ്ട് ടീമും യുദ്ധം നടക്കുമ്പോൾ മുശ്രിക്കീങ്ങൾ പെർഷ്യൻ ടീമിനെ സപ്പോർട്ട് ആക്കിക്കൊണ്ടിരുന്നാണ്, പെർഷ്യൻ രാഷ്ട്രത്തെ ആൾമാർക്ക് സപ്പോർട്ട് ആക്കിക്കൊണ്ടിരുന്നാണ്. അതേ സമയത്ത് റോമ മുസ്ലിമീങ്ങൾ സപ്പോർട്ട് ആക്കിക്കൊണ്ടിരുന്നാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോമൻ ആൾമാർ അങ്ങനെ അഹ്ലുൽ കിതാബിനെ വിശ്വസിച്ചു കഴിഞ്ഞ ആൾമാരായതുകൊണ്ട് മുസ്ലിമീങ്ങളെ സപ്പോർട്ടും, അതുപോലെ പെർഷ്യൻ ആൾമാർ അങ്ങ് വിഗ്രഹത്തെയും അതുപോലെ മറ്റു പ്രവർത്തനങ്ങളാക്കിക്കൊണ്ടിരുന്നത് കൊണ്ട് മുശ്രിക്കീങ്ങൾ സപ്പോർട്ട് ആക്കിക്കൊണ്ടിരുന്നാണ്. അങ്ങനെ യുദ്ധം നടന്നിട്ടാകുമ്പോൾ സംഭവം എന്തായിട്ടുണ്ടെങ്കിൽ പെർഷ്യൻ ആൾമാർ വിന്നായാൽ ജയിച്ചാൽ റോമനുകളെ സോപ്പാട്ടിയാണ്. അപ്പൊ മുസ്ലിമീങ്ങൾ എന്താക്കിയാൽ മുസ്ലിമീങ്ങളെ സപ്പോർട്ട് ആക്കിക്കൊണ്ടിരുന്ന ആ റോമൻ ആൾമാർ സുഹൃത്തേക്ക് മുസ്ലിമീങ്ങൾ എന്താക്കിയാൽ മുസ്ലിമീങ്ങളെ പിന്നെ കളിയാക്കുകയും ആക്ഷേപിക്കുകയും അതുപോലെ ഡോക്കിയാക്കുകയെല്ലാം ആക്കിയാണ്. അങ്ങനെ ആക്കിയിട്ടാകുമ്പോ പരിശുദ്ധമായ ഖുർആൻ അപ്പുറം കണക്ക് ചൊല്ലുന്നു. എന്തിനു ചൊന്നെങ്കിൽ ഒലിബത്തി റോം, ശരിയാണ്, റോം സുഹൃത്ത് പോയിട്ട് പെർഷ്യൻ വിണ്ണായി പോയിട്ട്. എന്നാൽ ഇപ്പൊ റോം സുഹൃത്തുണ്ടെങ്കിൽ ശീഘ്രമായിട്ട് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ എന്താണെന്നുകൊണ്ട് റോം വിണ്ണാവുകയും പിന്നെ പെർഷ്യൻ സോക്കുകയും ചെയ്യുകൊണ്ടോട്ട് പരിശുദ്ധമായ ഖുർആൻ ആ യുദ്ധം നടക്കുകയ്ക്ക് മുന്നേ പ്രഖ്യാപിച്ചിട്ട് മുശ്രിക്കീങ്ങളുടെ. അപ്പൊ ഈ മുശ്രിക്കീങ്ങളുടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എതിർപ്പിച്ചിട്ട് ധൈര്യമായിട്ട് ചൊന്നു, ഇപ്പൊ നമ്മൾ സോത്ര റോമൻ സോത്ര, എന്നാലും ഇനി റോം വിജയിക്കൊണ്ടു ചൊന്നിട്ടാണ് ധൈര്യമായിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊന്നു നടന്നത്. അപ്പൊ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ ഞങ്ങൾ മനസ്സിലാക്കണം, അത് കഴിഞ്ഞിട്ട് 7 വർഷം കഴിഞ്ഞിട്ട് ഒബാസർ യുദ്ധം നടക്കുന്നത്. അപ്പൊ അവിടെ ഖുർആൻ ചൊന്നതുപോലെ റോം എന്നോട് വിണ്ണാവുകയും പെർഷ്യൻ സോക്കുകയും ചെയ്തിട്ട്. അപ്പൊ നമ്മൾ മനസ്സിലാവിടെ അതെ ഖുർആൻ ഒരു വിഷയം ചൊന്നിട്ടുണ്ടെങ്കിൽ അതിന് നടക്കുമുള്ള സംഭവമായിട്ട് ചൊന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാവിടെ ഇത് ഇങ്ങനെയോ ഖുർആൻ ചൊന്നതുപോലെ ഒരു വ്യത്യാസമില്ലാത്ത രൂപത്തിൽ നടക്കണമെങ്കിൽ ഇത് അള്ളാഹുടെ ഗ്രന്ഥമായിരിക്കും, ഒരു ദൈവിക ഗ്രന്ഥമായിരിക്കും. അതുപോലെ ഒരു മനുഷ്യർക്കും റെഡിയാക്കുക സാധ്യമില്ലാത്ത ഒരു മനുഷ്യ കൈയുടെ വിദൂരമായ ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ ചൊല്ലുന്നത് നമുക്ക് വ്യക്തമാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം മനസ്സിലാക്കി ജീവിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. إلى حضرة سيدنا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم
مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ ചൊന്ന വിഷയവും ഓതിയ പരിശുദ്ധമായ ഫാത്തിഹ സൂറത്ത് അല്ലാഹു സ്വീകരിച്ച് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഖുർആന്റെ എല്ലാ ഇമാമിങ്ങളെയും സാലിഹീങ്ങൾ